ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ്. കൊച്ചി സേലം ദേശീയപാത 544. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് പാലിയക്കര മുതൽ ചിറങ്ങര വരെയുള്ള വർക്കുകളാണ്. അടിപ്പാതകളുടെ നിർമ്മാണം കണ്ടു കഴിഞ്ഞു. അതിലെ 3 അടിപ്പാതകൾ പണികൾ പൂർത്തിയാക്കി ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചാലക്കുടി പുഴയ്ക്ക് കുറിയുള്ള പഴയ പാലത്തിൻ്റെ ബെയറിങ്ങിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് അത്യാവശ്യം നല്ല ഗതാഗതക്കുരുക്ക് തന്നെയാണ് ആ ഭാഗത്തുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് നമ്മൾ നേരെ പാലക്കാട് ജില്ലയിലേക്ക് പോകട്ടെ. അപ്പം പാലിയക്കര മുതൽ കണ്ണാടി വരെയുള്ള വർക്കുകളാണ് കാണാൻ പോകുന്നത്. അതുപോലെ തന്നെ നിഷാദ് പടിഞ്ഞാറ്റുപുറം എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നിഷാദ് പടിഞ്ഞാറ്റുപുറം എന്ന ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെയുള്ള വ്യത്യസ്തമായ ലേറ്റസ്റ്റ് അപ്ഡേഷനുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ പാലിയക്കര മുതൽ നമ്മൾ നേരെ പോകുന്നത് കണ്ണാടി ഭാഗത്തേക്കാട്ടോ. അപ്പോൾ അവിടെ അടിപ്പാതകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് പാലിയക്കര ടോൾ പ്ലാസ. പാലിയക്കര ടോൾ പ്ലാസ വേണ്ടി നമ്മൾ നേരെ പാലക്കാട് ഭാഗത്തേക്ക് പോകുമ്പോൾ ഫസ്റ്റ് ഒരു ഫ്ലൈ ഓവർ വരുന്നുണ്ട്. അതിൻ്റെ ഇടത് ഭാഗത്തൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ ഒല്ലൂർ, പിന്നീട് തൃശ്ശൂർ ഭാഗത്തേക്ക് എത്തുന്നുണ്ട്. അപ്പം നമ്മൾ നേരെ പോകുന്ന മണ്ണൂത്തി ഭാഗത്തേക്കാണ്. കൊച്ചി സേലം ദേശീയപാത 544 തുടങ്ങുന്നത് സേലത്ത് നിന്നാണ്. അത് ഈരോട് വഴി തിരുപ്പൂര്, അവിനാശി, കോയമ്പത്തൂര്, പാലക്കാട് വഴി എറണാകുളം, എടപ്പള്ളിയിലാണ് ഇത് അവസാനിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള പല ജംഗ്ഷനുകളിലും സിഗ്നൽ ജംഗ്ഷനിലൊക്കെ അടിപ്പാതയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പാലിയക്കര കഴിഞ്ഞ് നമ്മൾ നേരെ പാലക്കാട് കണ്ണാടി ഭാഗത്തേക്ക് പോകുമ്പോൾ ഫസ്റ്റ് ഒരു അടിപ്പാതയുടെ നിർമ്മാണം നടക്കുന്നത് ഇവിടെയാണ്. മരതാക്കര എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. അവിടെയാണ് അടിപ്പാത വരാൻ പോകുന്നത്. അവിടെ ഒരു സിഗ്നൽ ഉണ്ടായിരുന്നു. ആ സിഗ്നൽ മാറ്റിയിട്ട് അവിടെ ഒരു അടിപ്പാത വരുന്നത്. അതിനോടനുബന്ധിച്ചുള്ള സർവീസ് റോഡിൻ്റെ നിർമ്മാണങ്ങളും പിന്നെ മരങ്ങൾ വെട്ടിമാറ്റുന്ന വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയില്ല, ദേശീയപാത 66 നിർമ്മാണം നടക്കുന്നതിന് മുൻപായിട്ട് പല സ്ഥലത്തും റോഡിൻ്റെ സൈഡിലൊക്കെ മരങ്ങളുണ്ടായിരുന്നു. അതൊക്കെ വെട്ടി മാറ്റിയിട്ടാണ് റോഡിൻ്റെ നിർമ്മാണം നടന്നത്. അന്ന് ആ വഴി യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ചു നേരം വിശ്രമിക്കാൻ വേണ്ടിയിട്ട് റോഡിൻ്റെ സൈഡിലുള്ള മരത്തിൻ്റെ അടിയിലൊക്കെ വിശ്രമിച്ചിരുന്നു. ഇനിയിപ്പോൾ അത് പറ്റുകയില്ല. അതേമാതിരി തന്നെയാണ് ഈ ഭാഗത്തും വരുന്നത്. അപ്പോൾ ഇതാണ് മരതാക്കര എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ഇവിടെയൊക്കെ അതിനോടനുബന്ധിച്ചുള്ള നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ റോഡിലും അതേമാതിരി തന്നെ മരങ്ങളൊക്കെ വെട്ടി മാറ്റുന്നുണ്ട്. റോഡ് വീതി കൂട്ടാൻ വേണ്ടിയിട്ട് സർവീസ് റോഡിന് വേണ്ടിയിട്ടുള്ള വർക്കാണ് നടക്കുന്നത്. അപ്പോൾ അപ്രോച്ച് റോഡിന് വേണ്ടി മണ്ണിട്ട് ഉയർത്തുമ്പോൾ വാഹനങ്ങൾ പിന്നീട് സർവീസ് റോഡിൽ കൂടെയാണ് കടന്നു പോവുക. ഇനി അടുത്തത് കുട്ടനെല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. അപ്പോൾ അടുത്ത സിഗ്നലിൽ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഈ സിഗ്നലിൻ്റെ അവിടെയും അടിപ്പാതയുടെ നിർമ്മാണം നടക്കാനിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള അപ്രോച്ച് റോഡിനും അതുപോലെ തന്നെ സൈഡിൽ മരങ്ങളൊക്കെ വെട്ടിമാറ്റി വീതി കൂട്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡിവൈഡർ കണ്ട നിങ്ങൾ ഇവിടെയൊക്കെ മരങ്ങൾ വെട്ടിമാറ്റിയിട്ടുണ്ട്. ഇവിടെയൊക്കെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒന്നും അടിപ്പാതയുടെ നിർമ്മാണം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ അതിനോടനുബന്ധിച്ചുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കട്ടോ. അപ്പം ഇനി ദേശീയപാത 66 നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സിഗ്നൽ ഇല്ലാത്ത ഹൈവേ ആണ്. അതേമാതിരി തന്നെയാണ് ഈ ഭാഗത്തും ഇനി വരാൻ പോകുന്നത്. പക്ഷേ നമുക്ക് അധികം തൃശ്ശൂർ ഭാഗത്തേതും എറണാകുളം ഭാഗത്തും പിന്നെ അതുപോലെ തന്നെ പാലക്കാട് ഭാഗത്തെയും കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. കാരണം അത് കഴിഞ്ഞ് പിന്നീട് ഇത് കടന്നു പോകുന്ന കോയമ്പത്തൂർ ഭാഗത്തുകൂടെ. അവിടേക്ക് ഇതേമാതിരി തന്നെ നിർമ്മാണം നടക്കുന്നുണ്ടോ എന്നറിയില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. അപ്പം ഇനി അടുത്ത് മണ്ണൂത്തിയിട്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഈ റോഡിൽ കൂടെ വന്നിട്ട് പിന്നീട് തൃശ്ശൂർ ഭാഗത്തേക്ക് വെക്കും. മറ്റേ നമ്മൾ നേരെ ഒല്ലൂർ തൃശ്ശൂർ പോകും ബ്ലോക്ക് ഉണ്ടാവുന്നതുകൊണ്ട് ഇവിടെ വന്നിട്ട് പിന്നെ ലെഫ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ നേരെ മണ്ണൂത്തി വഴിയാണ് കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ പോകാറ്. ഞാൻ അങ്ങനെ പോകുന്നത് അധികം. ആദ്യമൊക്കെ ഞാൻ മറ്റേ റോഡിലൂടെ പോയിരുന്നു. പിന്നീട് അവിടുത്തെ ഗതാഗതക്കുരി കണ്ടിട്ട് പിന്നീട് ഈ റോഡിൽ കൂടെ സ്ഥിരമായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ നേരെ മണ്ണൂത്തിയിലേക്ക് ഇറങ്ങുക കേട്ടോ. അപ്പോൾ ഈ വഴി ഒന്ന് കണ്ടുവെച്ചോളൂ. ഇവിടെ നിന്നാണ് ലെഫ്റ്റ് എന്ന് വെച്ചാൽ മണ്ണൂത്തി ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ തൃശ്ശൂർ റൗണ്ടിലേക്ക് എത്താൻ കഴിയും. അതുപോലെ തന്നെ അവിടുന്ന് പിന്നീട് നമുക്ക് കോഴിക്കോട് മലപ്പുറം ഭാഗത്തേക്ക് പോകാൻ പറ്റൂടാ. അപ്പോൾ മണ്ണൂത്തി ഒരു ഫ്ലൈ ഓവർ ഉണ്ട്. ആ ഫ്ലൈ ഓവർ കടന്ന് നമ്മൾ നേരെ മുന്നോട്ട് പോവുകയാണ്. ഇവിടെയൊക്കെ വർക്കുകൾ ഓൾറെഡി ആദ്യം തന്നെ കഴിഞ്ഞാണ്. പിന്നീട് പുതിയതായിട്ട് കുറേ അണ്ടർപാസുകളാണ് വരുന്നത്. ഇനി അടുത്തത് മുടിക്കോട് കേട്ടോ. അപ്പോൾ മുടിക്കോട് ഒരു അടിപ്പാതയുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇത് കുറേ മുൻപ് വർക്ക് കഴിഞ്ഞതാണ്. അപ്പോൾ ഇവിടെയൊക്കെ സർവീസ് റോഡ് നോക്കിയാൽ നിങ്ങൾ നല്ല അത്യാവശ്യം നല്ല വീതിയുണ്ട്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ 6 വരിപ്പാതയാണ്. ഈ 6 വരിപ്പാത പിന്നീട് കുറയുന്ന എവിടെ നിങ്ങൾക്കറിയാം. നമ്മൾ കോയമ്പത്തൂർ കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോഴാണ് പിന്നീട് 6 വരിപ്പാത വെറും 4 വരിപ്പാതയായി മാറുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നേരത്തെ തൃശ്ശൂർ ഭാഗത്തും കണ്ടു പല സ്ഥലത്തും പാലങ്ങൾ മാത്രമേ 6 വരിയുള്ളൂ. റോഡുകളൊക്കെ 4 വരിയാണ് നിലവിൽ. അതിന് വീതി കൂട്ടി വരികയാണ്. എന്തായാലും ഇവിടെയുള്ള നമ്മുടെ മുടിക്കോടുള്ള അടിപ്പാതയുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. സ്ട്രീറ്റ് ലൈറ്റിന്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ലൈൻ മാർക്കിംഗ് നടക്കാനുള്ള ഡിവൈഡറിന്റെ പെയിന്റിങ്ങും അതുപോലെ തന്നെ ക്രാഷ് ബാരിയറിന്റെ പെയിന്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പാലിയേക്കര മുതൽ എറണാകുളം ഭാഗത്തേക്കുള്ള അത്ര ഗതാഗതക്കുരുക്കൊന്നും ഈ ഭാഗത്തുള്ള. കാരണം അധിക വാഹനങ്ങളും തൃശ്ശൂരിൽ നിന്നും എറണാകുളത്തേക്ക് പോകുമ്പോഴുള്ള ഒരു തിരക്കാണ് ആ ഭാഗത്ത് കാണുക. പക്ഷേ ഈ ഭാഗത്ത് അത്ര വലിയ ഗതാഗതക്കുരുക്കൊന്നും ഇല്ല. ഇവിടെ പല അടിപ്പാതയുടെ നിർമ്മാണം നടക്കുന്നുണ്ടെങ്കിലും വലിയ ലോങ് ആയിട്ടുള്ള ബ്ലോക്കുകളൊന്നും ഈ ഭാഗത്ത് കാണാനില്ല. അപ്പോൾ 3 ജില്ലയിൽ കൂടിയാണ് നമ്മളെ ഈ കൊച്ചി സേലം റോഡ് കടന്നു പോകുന്നത്. ഒന്ന് പാലക്കാട് ജില്ല, പിന്നെ തൃശ്ശൂർ ജില്ല, പിന്നെ എറണാകുളം ജില്ല.
അതുപോലെ തന്നെ പല സ്ഥലത്തും റോഡിന്റെ പാച്ച് വർക്കിംഗ് ഒക്കെ നടന്നിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് മുടിക്കോട് വന്ന അടിപ്പാത. നിർമ്മാണങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. നോക്കി നിങ്ങൾ രണ്ട് ഭാഗത്ത് സ്ട്രീറ്റ് ലൈറ്റിന്റെ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഡിവൈഡറിന്റെയും ക്രാഷ് ബാറിന്റെയും പെയിന്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സർവീസ് റോഡൊക്കെ അത്യാവശ്യം നല്ല വീതി ഉണ്ട് ഈ ഭാഗത്തൊക്കെ കേട്ടോ. ഇനി അടുത്തത് പട്ടിക്കാട് എന്ന് പറഞ്ഞ സ്ഥലം. ഈ പട്ടിക്കാടൊക്കെ ജംഗ്ഷൻ ഉണ്ട്. ജംഗ്ഷനൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. അവിടെയൊക്കെ അടിപ്പാത നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്തായാലും വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയ പ്രദേശം തന്നെയാണ് ഇത്. ആദ്യം തന്നെ വർക്ക് കഴിഞ്ഞ സ്ഥലങ്ങളാണ്. ലൈൻ മാർക്കിങ്ങും അതുപോലെ തന്നെ എല്ലാ വർക്കുകളും പൂർത്തീകരിച്ചിട്ടുണ്ട്. ഈ റോഡിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് തോന്നിയ പ്രദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോയമ്പത്തൂർ ഭാഗമാണ്. കാരണം അവിടെ ഈ റോഡ് വീതി ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങൾ കുറച്ചുണ്ട്. കാരണം ഓരോ സിഗ്നൽ വരുന്ന സമയത്ത് ബ്ലോക്കുകൾ ഉണ്ടാവും, വലിയധികം ഗതാഗതക്കുരുക്ക് കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ പണികൾ പൂർത്തിയാക്കി. ഇനി അടുത്തൊരു അടിപ്പാതയുടെ നിർമ്മാണം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അവിടെ സ്ട്രീറ്റ് ലൈറ്റിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പട്ടിക്കാട് എന്ന് പറഞ്ഞ സ്ഥലം. പട്ടിക്കാട് അടിപ്പാത നിർമ്മാണം കഴിഞ്ഞിരിക്കും. ഞാനൊരു വട്ടം ഈ കൂടെ കടന്നു പോയിട്ടുണ്ട്. അന്നൊക്കെ ഇവിടെ സിഗ്നൽ ഉണ്ടായിരുന്നു, നല്ല ബ്ലോക്കൊക്കെ കിട്ടിയിരുന്നായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ട് അടിപ്പാത നിർമ്മാണം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് കഴിഞ്ഞിട്ടാണ് നമ്മളെ എന്താ പറയുക, ചുവന്നമണ്ണ എന്ന് പറഞ്ഞ സ്ഥലം വരുന്നത്. ചുവന്നമണ്ണ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മളെ ഇൻസ്റ്റയിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ തരംഗമായ ഒരു സ്ഥലമാണ് ചുവന്നമണ്ണ. ഒരു അക്വഡക്റ്റ് ഇതിന്റെ മുകൾ ഭാഗത്തൂടെ കടന്നു പോകുന്നുണ്ട്. ഇവിടെ ഈ പ്രാവശ്യം പോലീസ് കയറിയിട്ട് അവിടെ കുളിക്കുന്ന ആളുകളൊക്കെ അവിടുന്ന് ഇനി കയറാൻ പാടില്ല എന്ന് പറഞ്ഞു. കാരണം കണ്ടമാനം വീഡിയോസ് വൈറലായി ആളുകളൊക്കെ ഈ ഭാഗത്തേക്ക് വന്നിരുന്നു. അപ്പൊ ഇതാണ് കൊച്ചി സേലം റോഡിന് കുറുകെയുള്ള ചുവന്നമണ്ണ അക്വഡക്റ്റ് കേട്ടോ. പീച്ചി ഡാം എന്നുള്ള വെള്ളമാണ് ഈ കടന്നു പോകുന്നത്. ഈ അറ്റത്തുള്ള ട്രാക്ക് എന്ന് പറഞ്ഞാൽ വലിയ വാഹനങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് അത്രയും വീതിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്തായാലും 6 വരിപ്പാതയാണ് കടന്നു പോകുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മളെ ഇരട്ട തുരങ്കപാത, ഏത് കുതിരാൻ തുരങ്കം. ഇതിന്റെ നിർമ്മാണ സമയത്തൊക്കെ വലിയ വലിയ ഇഷ്യൂ ഉണ്ടായിരുന്നു. നിർമ്മാണം പൂർത്തീകരിച്ചത് പോലെ ഇതിന്റെ മുകൾ ഭാഗത്ത് നിന്ന് മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നീട് അതൊക്കെ സോൾവ് ആക്കിയിട്ട് തുരങ്കപാത തുറന്നു കൊടുത്തു. ഇതിന് തൊട്ടടുത്ത് തന്നെയായിരുന്നു പഴയ റോഡ് ഉണ്ടായിരുന്നത്. അവിടെയൊക്കെ അത്യാവശ്യം നല്ല ഗതാഗതക്കുരുക്കായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് പഴയ കുതിരാൻ റോഡും കാണാൻ പോകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഈ ഭാഗം അടിപൊളി കാഴ്ചകളാണ്. അപ്പോൾ ഇതേമാതിരി തന്നെയാണ് നമ്മളെ വയനാട് ഇരട്ട തുരങ്കപാത വരുന്നത് കേട്ടോ. ഇതേ മാതൃക തന്നെയാണ്, 2 ഭാഗത്തായിട്ടാണ് വരുന്നത്. പണികളെല്ലാം വയനാട് തുരങ്കപാതയിൽ നല്ല രീതിയിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുതിരാൻ തുരങ്കപാതയിൽ അതേ സ്റ്റൈൽ തന്നെയാണ് നമ്മളെ വയനാട് തുരങ്കപാതയും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ 2 ടണലുകളും കണക്ട് ചെയ്യുന്ന ഒരു റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും അപകടങ്ങൾ ഇതിനുള്ളിൽ സംഭവിച്ചു കഴിഞ്ഞാൽ വാഹനങ്ങൾ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ കണ്ട് ഈ വലതു ഭാഗത്തുണ്ട് നിങ്ങൾ ഈ റോഡ് അപ്പുറത്തെ ടണലുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഇതേമാതിരി 2 ഉണ്ട്. എന്തായാലും നല്ല അടിപൊളി സംഭവം തന്നെയാണ് നമ്മുടെ കുതിരാൻ തുരങ്കപാത. അപ്പം നമ്മുടെ ഇനി വയനാട് തുരങ്കപാത കൂടി ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് 2 തുരങ്കപാത കേരളത്തിലുള്ളത്. അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്നത് പഴയ കുതിരാൻ റോഡാട്ടോ. ആ റോഡ് ആരും മറക്കുകയില്ല. കാരണം അത്യാവശ്യം നല്ല ഗതാഗതക്കുരുക്കായിരുന്നു ഈ തുരങ്കപാത വരുന്നതിന് മുൻപ് ആ റോഡിലുണ്ടായിരുന്നു കേട്ടോ. അതുകൂടാതെ റോഡ് പണി നടക്കുന്ന സമയത്തൊക്കെ ഇഷ്ടം പോലെ വാഹനങ്ങൾ ഇവിടെ കുടുങ്ങി കടന്നിട്ടുണ്ട്. നല്ല ബുദ്ധിമുട്ടിയിട്ടുണ്ട് ജനങ്ങളൊക്കെ. ഏകദേശം വളരെ മണിക്കൂറോളം നമുക്ക് ഈ ഭാഗത്തുള്ള ബ്ലോക്കുകൾ പെട്ട ആളുകളൊക്കെ ഉണ്ട് കഴിഞ്ഞ് നീങ്ങിയിട്ട്. അപ്പൊ തുരങ്കപാതയുടെ നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം പിന്നീട് വലിയ ഗതാഗതക്കുരുക്കൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഭാഗത്ത്. എന്തായാലും നല്ല അടിപൊളി ഒരു തുരങ്കപാത തന്നെയാണ്. അപ്പൊ ഇവിടുന്ന് വലത് ഭാഗത്തേക്കൂടെ നമ്മൾ നേരെ കടന്നു പോകുന്നതാണ് പഴയ റോഡ് കേട്ടോ. നോക്കിയപ്പോൾ വലിയ കടകളൊന്നുമില്ല. പണ്ടൊക്കെ ഇഷ്ടംപോലെ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു, ഇവിടെ കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല സൈലന്റ് പ്ലേസ് ആട്ടോ ഇവിടെ. അപ്പൊ ഇവിടെ ഒരു പാലൊക്കെ ഉണ്ടായിരുന്നു. ഈ പാലത്തിന്റെ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വലിയ വാഹനങ്ങൾ കുടുങ്ങി കിടന്നിട്ടൊക്കെ ഉണ്ട്. തൊട്ടപ്പുറത്ത് തന്നെയാണ് നമ്മളെ കുതിരാൻ തുരങ്കമുള്ളത്. ഇവിടെ ആന ഇറങ്ങുന്ന പ്രദേശം കേട്ടോ. അപ്പോൾ പണ്ടൊക്കെ നിങ്ങൾ ആലോചിക്കുക, രാത്രി കാലങ്ങളിൽ ഇതിൽ കൂടെ വാഹനങ്ങൾ പോകുന്ന സമയത്ത് എത്രത്തോളം ടെൻഷൻ അടിച്ചിട്ടുണ്ടാവും. ഈ നിങ്ങൾ എലിഫന്റ് ക്രോസിംഗ് ചെയ്യിച്ചിട്ടുണ്ട്. വളരെ സൈലന്റ് സ്ഥലം കേട്ടോ. ഇപ്പോൾ റോഡൊക്കെ ടാറിങ് ഒന്നും ഇളകിയിട്ടൊന്നുമില്ല, കാരണം ഇതിൽ കൂടെ വാഹനം കടന്നു പോയി. പിന്നെ ഇവിടെ അമ്പലമൊക്കെ ഉണ്ട്. എന്തായാലും നല്ല ഒരു പീസ്ഫുൾ ഏരിയ എന്ന് പറയാം. പിന്നെ വാഹനങ്ങളൊന്നും അധികം ഈ ഭാഗത്തേക്ക് വരുന്നില്ല, കാരണം ഇതിൽ കൂടെ വരേണ്ട ആവശ്യമില്ല. ഇതാണ് അമ്പലം. ഈ അമ്പലത്തിലൊക്കെ ആളുകൾ വരുന്നുണ്ട്. പണ്ട് ഇതിൽ കൂടെ പോകുന്ന സമയത്ത് ആളുകൾക്ക് ഇഷ്ടം പോലെ വന്നിരുന്നു. ഇപ്പം ഇതിന് വേണ്ടി മാത്രം ഈ ഭാഗത്തേക്ക് വരണം. അപ്പം ഇതാണ് നമ്മളെ കുതിരാൻ പഴയ റോഡിൻ്റെ ഒരു അവസ്ഥ ഉണ്ടാവും. കൂടുതൽ ദൂരം പിന്നീട് ഞാൻ മുന്നോട്ട് പോയില്ല, കാരണം ആന ഇറങ്ങുന്ന പ്രദേശമാണ്. റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. എന്തായാലും കുറേ കാലമായിട്ട് കാണാൻ ആഗ്രഹിച്ച ഒരു പ്രദേശം കൂടിയാണിത്. കുതിരാൻ തുരങ്കം കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ പഴയ റോഡ് പിന്നീട് എന്തായി എന്നുള്ളത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഇപ്പൊ അത് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ അത് നിങ്ങളിലേക്ക് പങ്കുവെക്കാനും സാധിച്ചു എനിക്ക്. ഇവിടെയൊക്കെ എന്തായാലും 6 വരിപ്പാതയാണ്. പക്ഷെ അന്ന് ഈ ഭാഗം 45 മീറ്റർ ആണോ എടുത്തിരിക്കുന്നത് അറിയില്ല. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ദേശീയപാത 66 നിർമ്മാണം 45 മീറ്റർ എന്ന് പറഞ്ഞിട്ട് സർവീസ് റോഡ് വീതി ഇല്ലാതിരിക്കുകയാണ്. പക്ഷെ ഇവിടെയൊക്കെ നല്ല വീതിയിൽ തന്നെയാണ് റോഡ് നിർമ്മിച്ചിട്ടുണ്ട്. 6 വരിയും അതുപോലെ തന്നെ ഡിവൈഡറിന് വേണ്ടി നല്ല വീതിയിൽ തന്നെ സ്ഥലം ഏറ്റെടുത്തിട്ട് അവിടെയൊക്കെ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അടുത്ത സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാണിയമ്പാറ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെയാണ് പണികൾ നല്ല രീതിയിൽ വൈകിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ പണികൾ നടക്കുന്നുണ്ടെങ്കിലും പക്ഷെ ഒരു സ്പീഡില്ലാത്ത രീതിയിലാണ്. ഇവിടെ അണ്ടർപാസിന് നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അപ്രോച്ച് റോഡിൻ്റെ പണികൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല.
അതിനോടനുബന്ധിച്ചുള്ള ചെറിയൊരു ഗതാഗതക്കുരുക്ക് ഈ ഭാഗത്തുണ്ട്. കാരണം ഒരു ഭാഗത്ത് കൂടിയാണ് വാഹനങ്ങൾ രണ്ട് ഭാഗത്തേക്കും കടന്നു പോകുന്നത്. എനിക്ക് തോന്നുന്നത് ഈ വാണിയമ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് വലിയൊരു പാറ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അതൊക്കെ പൊട്ടിച്ചിട്ടാണ് റോഡിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. എന്തായാലും അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് നിർമ്മിക്കാൻ ഉള്ള സൈഡ് വാളിന്റെ നിർമ്മാണങ്ങളും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചുള്ള വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് അടിപ്പാത. അണ്ടർപാസിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്, പക്ഷേ അപ്രോച്ച് റോഡിന്റെ പണികൾ എവിടെയും എത്തിയിട്ടില്ല. അപ്പോൾ ഇവിടെയൊക്കെ സർവീസ് റോഡ് പണികൾ പൂർത്തീകരിച്ചിട്ട് അതിൽ കൊണ്ടാണ് വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറയാം, നമ്മൾ പാലിയേക്കര മുതൽ ചിറങ്ങര വരെ കണ്ട അത്ര വലിയ ബ്ലോക്കൊന്നും ഈ ഭാഗത്തില്ല കേട്ടോ. കാരണം ചെറിയ രീതിയിൽ മാത്രമേ പണികൾ നടന്നിട്ടുള്ളൂ. പക്ഷെ എന്നാലും സർവീസ് റോഡിൽ കൂടെ വാഹനങ്ങളെ കടത്തി വിടുന്നുണ്ട്. ഇവിടെ കഴിഞ്ഞ് വർക്ക് നടക്കാനുള്ള അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ പണികളാണ് ഇവിടെ വരാനുള്ളത്. ഡ്രൈനേജിൻ്റെ പണികൾ ഒരു ഭാഗത്ത് പൂർത്തീകരിച്ചിട്ട് സർവീസ് റോഡിന് ചേർന്നിട്ട്, എന്നാൽ ഇവിടെയൊക്കെ ഡിവൈഡർ നല്ല വീതി ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പഴയ റോഡ് തന്നെയാണ് ഇത്. ഇവിടെ കാർവരിപ്പാത തന്നെയാണ്. വർക്കുകളൊക്കെ നല്ല രീതിയിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇവിടെയൊക്കെ സർവീസ് റോഡിന് വേണ്ടിയിട്ടുള്ള വർക്കുകൾ നടക്കുന്നുണ്ട്. പാറ പൊട്ടിക്കുന്നുണ്ട്. ഇവിടെ ഒരു FOB ഉണ്ട്. ഞാൻ ഒരു പ്രാവശ്യം മാത്രമേ ഇതിൽ കൂടെ യാത്ര ചെയ്തിട്ടുള്ളൂ. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് ഞാൻ പാലക്കാടിൽ നിന്നും കൊച്ചിയിലേക്ക് പോയത് ഈ വഴിയാണ്. അന്ന് ഇവിടെയൊക്കെ സിഗ്നലുകളിൽ ഞാൻ ബ്ലോക്കിൽ പെട്ടിട്ടുണ്ട്. അത് ആ ഓർമ്മ വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. പല ഭാഗത്ത് ഇതേമാതിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇനി എന്തായാലും സിഗ്നലുകൾ ഇല്ലാത്ത ദേശീയപാതയാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് വലിയ ഗതാഗതക്കുരുക്കില്ലാണ്ട് നമുക്ക് നേരെ യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏകദേശം ഒരു 10 മാസങ്ങൾക്ക് മുൻപ് ഞാൻ പാലിയേക്കര മുതൽ ചിറങ്ങര വരെയുള്ള നാഷണൽ ഹൈവേ 544 വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അന്ന് തന്നെ ഒരു കമന്റ് വന്നിരുന്നു, ഈ ഭാഗത്തെ വർക്ക് വെച്ചാൽ പാലക്കാട് ജില്ലയിലുള്ള നാഷണൽ ഹൈവേ 544 അടിപ്പാതയിലെ നിർമ്മാണം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് ചെയ്യണമെന്നുണ്ട്. എന്തായാലും നമുക്കിന്ന് വീഡിയോ ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഇവിടെയൊക്കെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കും. ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കാണ് നടക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ടോൾ പ്ലാസ വരുന്നത്, വടക്കഞ്ചേരി ടോൾ പ്ലാസ. അപ്പോൾ കേരളത്തിൽ കൂടെ കടന്നു പോകുന്ന ദേശീയപാത 544 3 ടോൾ പ്ലാസകളാണ് ഉള്ളത്. ഒന്ന് നമ്മുടെ വാളയാർ ടോൾ പ്ലാസ, പിന്നെ വടക്കഞ്ചേരി ടോൾ പ്ലാസ, പിന്നീട് പാലിയേക്കര ടോൾ പ്ലാസ. ഈ വടക്കഞ്ചേരി ടോൾ പ്ലാസ അത്യാവശ്യം നല്ല വലിയ ടോൾ പ്ലാസ കേട്ടോ. ഇതിന്റെ ഒരു ഭാഗത്ത് തന്നെ 8 ലൈനുകൾ ഉണ്ട്, മറുഭാഗത്തും 8 ലൈനുകൾ. അങ്ങനെ ടോട്ടലായിട്ട് 16 ലൈനുകളാണ് ഈ വടക്കഞ്ചേരി ടോൾ പ്ലാസയിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ദേശീയപാത 66 നിർമ്മാണം പൂർത്തിയായ ടോൾ പ്ലാസയും അതുപോലെ തന്നെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ടോൾ പ്ലാസയുടെ അവസ്ഥ. ഒരു ഭാഗത്ത് 5 വരും, മറുഭാഗത്ത് 5 വരും. അങ്ങനെ ടോട്ടലായിട്ട് 10 ലൈനുകളാണ് ഉള്ളത് ടോൾ പ്ലാസയിൽ. അതിനോടനുബന്ധിച്ചുള്ള അത്യാവശ്യം നല്ല ഗതാഗതക്കുരുക്ക് തന്നെയാണ് ഇപ്പം നിലവിൽ പണി പൂർത്തിയായ ടോൾ പ്ലാസയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ടോൾ പ്ലാസയിൽ എല്ലാ സ്ഥലത്തും റോഡിന്റെ പാറ്റേൺ ഒരേമാതിരി തന്നെയാണ്. PQC ചെയ്ത റോഡാണ് എല്ലാ സ്ഥലത്തും ഉള്ളത്. എന്ന് വെച്ചാൽ കോൺക്രീറ്റ് ചെയ്ത റോഡ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ടാറിംഗ് റോഡ് ഉണ്ടാവുകയുള്ളൂ. ഇവിടെയൊക്കെ നോക്കിയാൽ നിങ്ങൾ റോഡ് 6 വരി, സർവീസ് റോഡും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സെൻട്രൽ ഡിവൈഡറിന്റെ വീതി നോക്കിയാൽ നിങ്ങൾ ഇതേമാതിരിയായിരുന്നു നമുക്ക് വേണ്ടിയിരുന്ന ദേശീയപാത 66. പക്ഷെ എന്ത് ചെയ്യാം, അവിടെ വെറും 45 മീറ്ററിലാണ് 6 വരിയും അതുപോലെ തന്നെ 2 ഭാഗത്തുമുള്ള സർവീസ് റോഡും ഒതുക്കേണ്ടി വന്നിരുന്നത്. ഇനി അടുത്തതായിട്ട് ഒരു അടിപ്പാതയുടെ നിർമ്മാണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം ഇരട്ടക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. അവിടെ നോക്കിയാൽ നിങ്ങൾ സർവീസ് റോഡിന് വേണ്ടിയിട്ടുള്ള വർക്കാണ്. ഇവിടെ വീതി കൂട്ടി വരികയാണ്. ഇവിടെയൊക്കെ മരങ്ങളുണ്ടായിരുന്നു, അതൊക്കെ വെട്ടി മാറ്റി പോയിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു സിഗ്നൽ ഉണ്ടായിരുന്നു. ആ സിഗ്നലുള്ള സ്ഥലത്താണ് ഇനി അടിപ്പാത നിർമ്മിക്കാനുള്ളത്. പക്ഷേ ഇവിടെ നിർമ്മാണങ്ങളൊന്നും ആരംഭിച്ചിട്ടില്ല. അതിനോടനുബന്ധിച്ചുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ 2 ഭാഗത്തുമുള്ള സർവീസ് റോഡ് വീതി കൂട്ടി കഴിഞ്ഞിട്ടാണ് അടിപ്പാത നിർമ്മാണം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാഹനങ്ങൾ അതിൽ കൂടെ തിരിച്ചുവിടാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്തത് ആലത്തൂർ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. നോക്കിയാൽ നിങ്ങൾ റോഡിന് 2 സൈഡിലും മരങ്ങളുണ്ട്. എത്ര മനോഹരമായ കാഴ്ചയാണ്. നമ്മൾ ദീർഘദൂര യാത്ര ടയർഡാവുന്ന സമയത്ത് ഇവിടെ സൈഡിലൊക്കെ നമുക്ക് വാഹനം പാർക്ക് ചെയ്യാൻ സാധിക്കണം. പക്ഷേ ഇനി അതൊക്കെ മുറിച്ച് മാറ്റി പോയിട്ടാണ് വീതി കൂട്ടാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ആലത്തൂർ എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ 2 അടിപ്പാതകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് അപ്രോച്ച് റോഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സർവീസ് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. 2 ഭാഗത്തും ഡ്രൈനേജിന്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു. വാഹനങ്ങളെല്ലാം സർവീസ് റോഡിൽ കൊണ്ട് ഇപ്പോൾ നിലവിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല നീളത്തിൽ തന്നെയാണ് ഈ അടിപ്പാതയുടെ നിർമ്മാണം നടന്നിരിക്കുന്നത്. കാരണം 2 വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് അപ്രോച്ച് റോഡ് തുടങ്ങിയിട്ട് ആലത്തൂർ ടൗണും കടന്നിട്ടാണ് ഇത് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ സാധാരണ നമ്മൾ എല്ലാ സ്ഥലത്തും കണ്ടമാതിരി 2 ഭാഗത്തും കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ട് അതിന്റെ മുകൾ ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു ചെറിയ അടിപ്പാതയാണിത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് അടുത്ത അടിപ്പാത വന്നിരിക്കുന്നത്. ഇവിടെയൊക്കെ 6 പാനലാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ കോഴിക്കോട് ജില്ലയിലെ കണ്ടമാതിരി തന്നെയാണ് 6 പാനൽ ഉപയോഗിച്ചിട്ട് ജിയോ സ്ട്രാപ്പ് ടൈറ്റ് ആക്കിയിട്ട് ജിയോ ഷീറ്റൊക്കെ വിരിച്ച് അതിൻ്റെ ഉള്ളിലാണ് മണ്ണിട്ട് പൊന്തിക്കുന്നത്. ഇവിടെയൊക്കെ ചെമ്മണ്ണാണ് പൂർണ്ണമായി ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ വാണിയമ്പാറ കണ്ടമാതിരത്തെ അടിപ്പാതയല്ല. ഇവിടെ 2 ഭാഗത്തും കോൺക്രീറ്റ് വാളാണ് നിർമ്മിച്ചിരിക്കുന്നത്. മറ്റേത് നേരെ പീർക്കാപ്പാണ്. അതിൻ്റെ മുകൾ ഭാഗത്താണ് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. എന്തായാലും പണികളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് അടിപ്പാതയുടെ. പക്ഷേ അടിപ്പാത തുറന്നു കൊടുത്തിട്ടില്ല. ചില ഭാഗങ്ങൾ തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിലും പക്ഷെ ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. 6 പാനലിൻ്റെ വർക്കും. അതുപോലെ തന്നെ ഇവിടെയൊക്കെ നോക്കി നിങ്ങൾ സർവീസ് റോഡ് നല്ല വൃത്തിയിൽ ചെയ്തുകൊണ്ട്
വലിയ കുഴികളൊന്നും ഇല്ലാതെ വാഹനങ്ങൾ കടന്നു പോകാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ വലിയ ബ്ലോക്ക് ഒന്നും ഇല്ല കേട്ടോ. നല്ല രീതിയിൽ തന്നെ നീളമുണ്ട് ഈ അടിപ്പാതയുടെ അപ്രോച്ച് റോഡ് രണ്ടും വരുന്ന സമയത്ത്. എന്തായാലും റോഡൊക്കെ വീതി കൂട്ടി വരുന്ന സമയത്ത് ഇതുപോലെ മനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം രണ്ട് ഭാഗത്തും വൃക്ഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെട്ടിമാറ്റിയിട്ടാണ് റോഡ് വീതി കൂട്ടുന്നത്. ഇനി അടുത്തത് ചിതലി പാലത്തിൻ്റെ അവിടെ പുതുതായിട്ടൊരു പാലത്തിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വർക്കുകളൊക്കെ നല്ല രീതിയിൽ തന്നെ നടക്കുകയാണ്. കാരണം ഇത് വീതി കൂട്ടി വരികയാണല്ലോ. ഈ റോഡിനെ കുറിച്ച് എന്തായാലും ഒരു കാര്യം പറയണം. കാരണം വെച്ച് കഴിഞ്ഞാൽ കുഴികളൊന്നും ഇവിടെ കാണാനില്ല കേട്ടോ. നല്ല രീതിയിൽ തന്നെ വൃത്തിയുള്ള പണി തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇനി മാറ്റങ്ങൾ ഇഷ്ടം പോലെ വരാനുള്ളതാണ്. സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ നടക്കാനുണ്ട്. പാലിയേക്കര മുതൽ കണ്ണാടി വരെ ഏകദേശം 68 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അതാണ് നമ്മൾ ഫുൾ വീഡിയോ ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇനി അടുത്ത ഒരു അടിപ്പാത വന്നിരിക്കുന്നത് കുഴൽമന്നം എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. അപ്പോൾ ഇവിടെ റോഡ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അടിപ്പാതയുടെ നിർമ്മാണം നടക്കുന്നതുകൊണ്ട് രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൽ കൊണ്ട് വാഹനങ്ങൾ കടന്നു പോകുന്നത്. എന്തായാലും ഇവിടെയൊക്കെ സ്ട്രീറ്റ് ലൈറ്റിന്റെ വർക്കുകൾ ഇനി നടക്കാനുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു പണി ആദ്യം തന്നെ നടത്തുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള സ്ഥലത്താണ് മണ്ണിട്ട് പൊന്തിക്കണ വർക്ക്. ഇവിടെ അടിപ്പാതയുണ്ട്. ഈ അടിപ്പാത വന്നിരിക്കുന്ന ഹോസ്പിറ്റൽ ജംഗ്ഷനിലാണ്. ഇത് കഴിഞ്ഞിട്ടാണ് കുഴൽമന്നം എന്ന് പറഞ്ഞ സ്ഥലം വരുന്നത് കേട്ടോ. അപ്പോൾ ഈ അടിപ്പാത മുതൽ അങ്ങോട്ട് വർക്ക് ആരംഭിച്ചിരിക്കുകയാണ്. കണ്ട മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കാറി പാനലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രിക്ഷൻ സ്ലാബ് വെക്കുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ കേട്ടോ. കാരണം ക്രാഷ് ബാരിയറായിട്ട്. എന്തായാലും ഇവിടെ ചെമ്മണ്ണ് ഉപയോഗിച്ചിട്ട് ഇവിടെ ഒന്നും മണ്ണിന് ക്ഷാമമില്ല തോന്നുന്നുണ്ട്. നമ്മളെ മലപ്പുറം ജില്ല കഴിഞ്ഞിട്ട് പിന്നീട് തൃശ്ശൂർ ജില്ലയിൽ ദേശീയപാത 66 നിർമ്മാണം നടക്കുന്ന സമയത്ത് അവിടെ ചെമ്മണ്ണ് കിട്ടാനില്ല എന്ന് പറഞ്ഞിട്ട് പുഴയിൽ നിന്ന് മണൽ കൊണ്ട് അടിച്ചിട്ട് ആണ് അവിടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. അടിപ്പാതയുടെ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടുള്ളതൊക്കെ. എന്തായാലും ഈ ഭാഗത്തുള്ള പണികളൊക്കെ എത്രയും വേഗം തീരട്ടെ. കാരണം 2 മാസം കൂടി കഴിഞ്ഞാൽ മഴക്കാലം തുടങ്ങുകയാണ്. ഇപ്പൊ തന്നെ വേനൽ മഴ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് പല സ്ഥലത്തും പണികൾ കുറച്ചൊന്ന് സ്ലോ ആയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കുഴൽമന്നം എന്ന സ്ഥലം. ഇവിടെ അടിപ്പാത നിർമ്മാണം പൂർത്തീകരിച്ച് മറുഭാഗത്ത് അപ്രോച്ച് റോഡിന്റെ പണിയുടെ ശേഷം അവസാന ഘട്ടത്തിലാണ്. CTSBന്റെ വർക്കൊക്കെ നടന്നിരിക്കുന്നു. അത് കഴിഞ്ഞിട്ടുള്ള സ്ഥലത്തൊക്കെ ടാറിംഗ് വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ സർവീസ് റോഡ് നല്ല വൃത്തിയുണ്ട് കേട്ടോ. അതുകൊണ്ട് നോക്കിയാൽ നിങ്ങൾ വലിയ ഗതാഗത കുരുക്കൊന്നുമില്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം പ്രേക്ഷകർ മറക്കരുത്. കാരണം നമ്മളെ പാലക്കാട് ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലും എറണാകുളം ജില്ലയിലും കടന്നു പോകുന്ന ദേശീയപാത 544 കൊച്ചി സേലം അവിടെയുള്ള അടിപ്പാത നിർമ്മാണം മാത്രം നമുക്ക് കാണിക്കാൻ സാധിച്ചുള്ളൂ. ഇതേമാതിരി കോയമ്പത്തൂർ ഭാഗത്ത് നടക്കുന്നുണ്ടോ എന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇനി അടുത്തത് കണ്ണാടി എന്ന് പറഞ്ഞാൽ ഈ കണ്ണാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഞാൻ തന്നെ പല സമയത്തും ഈ ഭാഗത്ത് വരുന്ന സമയത്ത് അപകടങ്ങൾ നേരിട്ട് കണ്ട്. കാരണം ഇവിടെ ഒരു സിഗ്നൽ ഉണ്ട്. ഒരു 4 കൂടിയ ജംഗ്ഷനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ. അപ്പൊ ഇവിടെ ഒരു അടിപ്പാതയുടെ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കും. ഇവിടെ നിർബന്ധമായിട്ടൊരു അടിപ്പാത വേണ്ടത് തന്നെയാണ്. കാരണം അത്രത്തോളം അപകടങ്ങൾ ഈ ഭാഗത്ത് സംഭവിച്ചത്. ഇതൊരു ബ്ലാക്ക് സ്പോട്ട് തന്നെയാണ്. ഈ ഭാഗത്തുള്ള ആളുകളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര അപകടങ്ങൾ ഈ സിഗ്നലിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ ഈ കണ്ണാടി എന്ന് പറഞ്ഞ ഭാഗത്താണ് നമ്മളെ പാലക്കാട് ലുലുമാൾ വന്നിരിക്കുന്നത്. വലതു ഭാഗത്ത് കാണാണ് ലുലുമാൾ കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ വന്ന നിർമ്മാണത്തിന്റെ അപ്രോച്ച് റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കണ്ണാടി അണ്ടർപാസ് കഴിഞ്ഞ് പിന്നീട് പൂർണ്ണമായും മണ്ണിട്ട് ഉയർത്തി പോകണം. കാരണം ഇവിടെ ഒരു പാലമുണ്ട്. ആ പാലം വരെ. അപ്പൊ ഇവിടെ അപ്രോച്ച് റോഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റാമ്പാണ്. ഇവിടുന്ന് 6 വരി പതിൽ കയറാൻ വേണ്ടിയിട്ട് റാമ്പാണ്. അതുപോലെ തന്നെ ഇറങ്ങാനും റാമ്പിന്റെ നിർമ്മാണം ഉണ്ട് കേട്ടോ. 2 ഭാഗത്തും കോൺക്രീറ്റ് വളം നിർമ്മിച്ചിരുന്ന റാമ്പിന് വേണ്ടിയിട്ട്. എന്തായാലും വർക്കുകളൊക്കെ നല്ല വേഗതയാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനം അതുപോലെ തന്നെ ആറി പാനലിന്റെ വർക്കും ഫ്രിക്ഷൻ സ്ലാബിന്റെ വർക്കുകളൊക്കെ നല്ല വേഗത പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇനി സിഗ്നലുകൾ ഒഴിവാക്കിയുള്ള ദേശീയപാതയാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇതുപോലുള്ള നിർമ്മാണങ്ങൾ അടിപ്പാതയുടെ നിർമ്മാണങ്ങൾ ജംഗ്ഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് 1-2 സ്ഥലത്ത് മാത്രം അടിപ്പാത നിർമ്മാണങ്ങൾ പൂർത്തീകരിച്ചിട്ടുള്ളൂ. അപ്രോച്ചിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പല സ്ഥലത്തും അടിപ്പാതകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുമുണ്ട്. എന്തായാലും പണികളെല്ലാം അതിവേഗം പുരോഗമിക്കട്ടെ. കാരണം വെച്ച് കഴിഞ്ഞാൽ മഴക്കാലം വരുന്ന സമയത്താണ് ഇതുപോലെ നിർമ്മാണങ്ങൾ ഏറ്റവും കൂടുതൽ സ്ലോ ആവുക. കാരണം മണ്ണിട്ടുയർത്ത പ്രദേശങ്ങളിൽ മണ്ണ് ഈ മഴ വരുന്ന സമയത്ത് ഇളകാൻ സാധ്യതയുണ്ട്. അങ്ങനെ കുറേ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അതൊന്നും ഇല്ലാതിരിക്കട്ടെ. എത്രയും വേഗം പണികൾ പൂർത്തിയാക്കിയിട്ട് ഗതാഗത യോഗ്യമാകട്ടെ. അതുപോലെ തന്നെ തുടക്കത്തിൽ പറഞ്ഞ മാതിരി തന്നെ നിഷാദ് പടിഞ്ഞാറ്റുമുറി എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിഷാദ് പടിഞ്ഞാറ്റുമുറി എന്ന ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. ഇതുപോലെ ലേറ്റസ്റ്റ് അപ്ഡേഷനുകൾ ദേശീയപാതയെ കുറിച്ചിട്ടും അതുപോലെ തന്നെ നമ്മളെ സ്റ്റേറ്റ് ഹൈവേ, മലയോര ഹൈവേ, തീരദേശപാത അതിനെക്കുറിച്ചുള്ള ലേറ്റസ്റ്റ് അപ്ഡേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് കൊച്ചി സേലം ദേശീയപാത 544 ലേറ്റസ്റ്റ് അപ്ഡേഷൻ. അതിനു മുമ്പ് നമ്മൾ പാലിയേക്കര മുതൽ ചിറങ്ങര വരെ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ പാലിയേക്കര മുതൽ കണ്ണാടി വരെയുള്ള അടിപ്പാതയുടെ നിർമ്മാണം കണ്ടു കഴിഞ്ഞു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയ പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.